ഗുഡ് ഈവനിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് നമ്മുടെ ബഡ്ജറ്റ് റെസീപ്റ്റ്സിനെ കുറിച്ചായിരുന്നു. ബഡ്ജറ്റ് റെസീപ്റ്റ്സിൽ അതിൽ നമ്മൾ ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, റവന്യൂ റെസീപ്റ്റ്സ്, ടാക്സ്, നോൺ ടാക്സ്, ലോൺസ്, ഇൻട്രസ്റ്റ് റെസീപ്റ്റ്സ് ഇതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എസ്റ്റിമേറ്റ്സ് ഓഫ് എക്സ്പെൻഡിച്ചറാണ്. നമ്മൾ റെസീപ്റ്റ്സ് കഴിഞ്ഞ് ഇനി എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഇതിൽ കുറേ പ്രൊസീജിയറും പ്രോസസ്സും വരുന്നുണ്ട്. ആൻഡ് ദിസ് പ്രോസസ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ടോപ്പിക് ഈസ് general guidelines or discussing the general guidelines for the preparation of the estimates of expenditure. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ ഫോർ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻസ്, എന്തൊക്കെ ഇൻഫർമേഷനാണ് ഇവർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ ആൻഡ് ഫൈനൽ പ്രൊവിഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കണം, അതിന് വേണ്ട ജനറൽ ആയിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ്, അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുമ്പം ഇൻഫർമേഷൻ ഫോർ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ, എന്തൊക്കെ ഇൻഫർമേഷനാണ് കൺസേൺ ഡിപ്പാർട്ട്മെൻ്റ് അല്ലെ മിനിസ്ട്രി ഈ ബഡ്ജറ്റ് ഡിവിഷന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ. അതെല്ലാം റെഡിയായി കഴിഞ്ഞാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ നടക്കും. ബഡ്ജറ്റിൽ പ്രൊവിഷണൽ ബഡ്ജറ്റ് ഫൈനലൈസ് ചെയ്യും. അതിൽ തന്നെ ഒരു എക്സംഷൻ ഉണ്ട്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് ഒരു പാർട്ടും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ പ്രീ ബഡ്ജറ്റ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ദി എസ്റ്റിമേറ്റ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ തന്നെ ആ ഒരു നിങ്ങളുടെ ബുക്ക് കൂടി ഒന്ന് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന മാനുവൽ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് നോക്കുക. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയ ശേഷം അതും കൂടി ഒന്ന് നോക്കുക. ഇനി ഈ എസ്റ്റിമേറ്റ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ are required to furnish to budget division for pre-budget discussions, and these pre-budget discussions starts the month of October. അപ്പം ഒരു നമ്മൾ ഈ പറയുന്ന കൺസേൺഡ് ഈ എസ്റ്റിമേഷൻ നടത്തുന്നത് കൺസേൺഡ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ മിനിസ്ട്രീസാണ്. അവർ തയ്യാറാക്കുന്ന ഈ പറയുന്ന എസ്റ്റിമേറ്റ്സുകൾ നമ്മളിതിൽ പറയുന്ന ഗൈഡ് ലൈൻസാണ് കൃത്യമായിട്ടും ബഡ്ജറ്റ് ഡിവിഷന് കൊടുക്കണം. ആ ബഡ്ജറ്റ് ഡിവിഷൻ കൊടുത്ത ശേഷമാണ് ദർ വിൽ ബി എ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ വിച്ച് വിൽ ബി ചെയർഡ് ബൈ ദ സെക്രട്ടറി ടു ദ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അതിൽ കുറേ ഫിനാൻസ് സെക്രട്ടറിമാർ വരുന്നുണ്ട്, അതേപോലെ പാർലമെൻറ്റ് സെക്രട്ടറി വരുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതിനുശേഷം അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിസ്കഷൻ എന്തിനു വേണ്ടിയാണ്, അതിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഫിക്സ് ദ സീലിംഗ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ മിനിസ്ട്രീസ് ടു ഫിനാൻസ് ദെയർ പ്രോജക്ട്സ് ഓർ സ്കീംസ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും കിട്ടേണ്ട എമൗണ്ടിൻ്റെ ഒരു സീലിംഗ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഡിസ്കഷൻസ് നടക്കുന്നത്. അപ്പോൾ ആ ഡിസ്കഷന് മുമ്പായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ പറയുന്ന എസ്റ്റിമേറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ആ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബറിലാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ പറയുന്ന ജനറൽ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. ഈ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഒരു ഗൈഡ് ലൈൻ പറയുന്നത്, while formulating estimates of expenditure, each department should review the existing expenditure to prioritize activities and schemes. അതാണ് ഒന്നാമത്തെ ഒരു ഗൈഡ് ലൈൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഓരോ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ്സും അല്ലെ മിനിസ്ട്രീസും അവരുടെ ഓൺഗോയിങ് അല്ലെങ്കിൽ നിലവിലുള്ള എക്സിസ്റ്റിംഗ് എക്സ്പെൻഡിച്ചർ ശരി അതിൻ്റെ ഒരു റിവ്യൂ തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഓരോ പ്രോജക്റ്റുകളെയും അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് റാങ്ക് ചെയ്ത് അതിന് വേണ്ട ഫണ്ടിങ്ങുകൾ സ്കീമുകളും ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ആ പറയുന്ന ഈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് റിവ്യൂ
ദി എക്സിസ്റ്റിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ അത് എത്രമാത്രം നല്ലതാണ്, അത് എത്രമാത്രം ആൾക്കാർക്ക് പ്രയോജനമുണ്ടായി, എത്രമാത്രം എഫക്റ്റീവാണ് എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ റിവ്യൂ ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുമ്പം ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ആൻഡ് ഓൾസോ ഐഡൻറ്റിഫൈ ദോസ് ആക്ടിവിറ്റീസ് ആൻഡ് സ്കീംസ് വിച്ച് ക്യാൻ ബി എലിമിനേറ്റഡ് ഓർ റെഡ്യൂസ്ഡ് ഇൻ സൈസ് ഓർ മേർജ്ഡ് വിത്ത് എനി അതർ സ്കീംസ്. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, അതേപോലെ തന്നെ റിവ്യൂ ചെയ്യുന്നതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഇതിൽ ഒഴിവാക്കാൻ പറ്റുന്ന സ്കീമുകൾ മാക്സിമം ഒഴിവാക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ബഡ്ജറ്റ് കട്ട് ചെയ്യേണ്ട സ്കീമുകളും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അതേപോലെ ഏതൊക്കെ സ്കീമാണ് മറ്റ് സ്കീമുകളോട് മേർജ് ചെയ്യേണ്ടത് അതും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ റിവ്യൂ നടത്തുക, അതിൻ്റെ അനുസരിച്ച് ഒരു പ്രിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക. അതേപോലെ ഒഴിവാക്കേണ്ടത് കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുക. ബഡ്ജറ്റ് അലോക്കേഷൻ കട്ട് ചെയ്യേണ്ടത് കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ മേർജ് ചെയ്യേണ്ട സ്കീംസും കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഇനി അടുത്തൊരു ഒരു മെയിനായിട്ടുള്ളൊരു പോയിൻ്റ് ഇതിൽ വരുന്നത്, ഒരു ഗൈഡ് ലൈൻ വരുന്നത്, വൈൽ മേക്കിംഗ് ദി എസ്റ്റിമേറ്റ്സ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ഓൾസോ എൻഷുർ ദാറ്റ് all schemes have been discontinued should not be mentioned in the revised estimates of the current year. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പം ഈ നമ്മുടെ ഡിസ്കണ്ടിന്യൂ ചെയ്ത പ്രോജക്റ്റുകൾക്ക് വേണ്ടി ഈ പറയുന്ന ഫണ്ടിങ് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഫണ്ട് റിക്വയർമെൻറ്റ്സ് അതിൻ്റെ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നു, സിമിലർ ദി സ്കീംസ് ദാറ്റ് ആർ നോട്ട് ടു കണ്ടിന്യൂ ബിയോണ്ട് ദ കറണ്ട് ഇയർ ഷുഡ് നോട്ട് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദി എസ്റ്റിമേറ്റ്സ് ഫോർ ദ കമ്മിങ് ഇയർ. അപ്പം നിലവിലുള്ള ഇയറിൽ ഈ പറയുന്ന സ്റ്റോപ്പ് ചെയ്ത പ്രോജക്റ്റുകൾക്ക് വേണ്ടിയുള്ള റിവൈസ്ഡ് എസ്റ്റിമേറ്റ് കാണാൻ പാടില്ല. അതേപോലെ വരുന്ന വർഷങ്ങളിൽ നിലവിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്കീമുകൾക്കും അല്ലെ പ്രോജക്റ്റുകൾക്കും വേണ്ടിയുള്ള ഫണ്ടിങ്ങും കാണാൻ പാടില്ല. ഇതാണ് മറ്റ് രണ്ട് ഗൈഡ് ലൈൻസും പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ഗൈഡ് ലൈൻ എന്ന് പറയുമ്പോൾ, വൈൽ ഫ്രെയിമിങ് എസ്റ്റിമേറ്റ്സ് due importance should be given for the past performance, the institutional capacity of the implementing agencies to implement the schemes as scheduled, and also the constraints on spending agencies, and one more thing, and also should also make a review on the quantity of government assistance lying as unutilized. അപ്പോൾ അതിലൊക്കെ കുറേ മുൻകരുതലുകൾ എടുക്കണം. ഡ്യൂ ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ എന്ന് വെച്ചാൽ എൻഷുർ ദാറ്റ് നോ ഫണ്ട്സ് ആർ ബീങ് no funds should not be remained as unutilized. ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ടുകളൊന്നും യൂട്ടിലൈസ് ചെയ്യപ്പെടാതിരിക്കാൻ പാടില്ല, അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ ടു അസസ് ദ ഇംപ്ലിമെൻറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ദി കൺസേൺഡ് ഏജൻസി. അതേപോലെ തന്നെ അവരുടെ കൺസ്ട്രെയിൻസ്, സ്പെൻഡിങ് ഏജൻസിയുടെ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് വേണം ഈ പറയുന്ന എസ്റ്റിമേറ്റുകളൊക്കെ തയ്യാറാക്കാൻ. അപ്പോൾ അതാണ് മറ്റൊരു കണ്ടീഷൻ മെയിനായിട്ടും പറയുന്നത്. ഇനി ഒരു കാര്യം പറയുന്നത്, if the unspent amount of grant is above 100 crores, this has to be explained to Public Account Committee. അപ്പോൾ അങ്ങനെ ഒരു കേസ് നിലവിലുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഈ പറയുന്ന പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ ഇൻഫോം ചെയ്തിരിക്കണം. ദെൻ വൺ മോർ ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻ ഈസ് to avoid unwarranted surrenders. The budget division instruct each department to make effective mechanism for assessing their requirements. എന്നുവെച്ചാൽ അനാവശ്യമായിട്ടുള്ള ഈ പറയുന്ന തിരിച്ചടവുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് പഠനങ്ങൾ നടത്തി കൃത്യമായിട്ട് അസസ് ചെയ്ത് അവരുടെ റിക്വയർമെൻറ്റ്സ് എസ്റ്റിമേറ്റിൽ കൊണ്ടുവരിക.
എന്നുവെച്ചാൽ പിന്നീട് അതൊരു അൺസ്പെൻഡ് എമൗണ്ട് തിരിച്ചടയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, റൂൾ ഓഫ് ലാപ്സ് നമ്മൾ പറഞ്ഞു, ഒരിക്കലും അത് അൺസ്പെൻഡ് ആണെങ്കിൽ അത് പിന്നീട് അവർക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ പ്രോജക്റ്റുകളും പ്രപ്പോസലുകളും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള എസ്റ്റിമേറ്റ്സ് എല്ലാം തയ്യാറാക്കണം. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പ്രോജക്റ്റുകൾ റിവ്യൂ ചെയ്യുക, ആവശ്യം നിർത്താൻ പോകുന്ന കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യുക, നിർത്തിയത് ഹൈലൈറ്റ് ചെയ്യുക, മെർജ് ചെയ്യാൻ പോകുന്ന ഹൈലൈറ്റ് ചെയ്യുക, അതേപോലെ ഫണ്ട് കട്ട് ചെയ്യേണ്ടത് ഹൈലൈറ്റ് ചെയ്യുക, അതേപോലെ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് എല്ലാത്തിനും ഈ കൺസേൺഡ് മിനിസ്ട്രീസ് ഈ പറയുന്ന എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ അത് എത്രമാത്രം എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എത്രമാത്രം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അവരുടെ ആ മെഷീനറിയുടെ കപ്പാസിറ്റി, എഫിഷ്യൻസി, ദാറ്റ് ഷുഡ് ബി ക്ലിയർലി അസസ്ഡ്. ഇതെല്ലാം ഇതിനു വേണ്ടിയാണ്. ദാറ്റ് ഈസ് ടു എൻഷുർ ദാറ്റ് നോ മണി ഷുഡ് റിമെയിൻ ആസ് അൺസ്പെൻഡ്. അതിനുവേണ്ടിയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള സറണ്ടേഴ്സ് ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രോപ്പർ വാല്യുവേഷൻ ഓഫ് സ്കീം ഷുഡ് ബി മെയ്ഡ് ആൻഡ് എസ്റ്റിമേഷൻ ഷുഡ് ബി മെയ്ഡ് അക്കോർഡിംഗ് ടു ദെയർ റിക്വയർമെൻറ്റ്സ്. ഇതാണ് ഈ ഗൈഡ് ലൈൻസിൽ മെയിനായിട്ടും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയറായി എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ആ പോയിൻറ്റുകൾ എഴുതിയെടുക്കുക. അപ്പോൾ ആ പോയിൻറ്റുകൾ നിങ്ങൾ നോക്കി അത് കൃത്യമായിട്ട് എഴുതി നിങ്ങളത് പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലോ, നോട്ടുണ്ടാകും, ഒരു ചെറിയ നോട്ട് പോലെ ഉണ്ടാക്കുക. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻഫർമേഷൻ ഫോർ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻസ്. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ജനറൽ ഗൈഡ് ലൈൻസ് കണ്ടു. ഇനി നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷനാണ് ഈ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷന് വേണ്ടി ഓരോ മിനിസ്ട്രിയും കൊടുക്കേണ്ടതെന്നുള്ളതാണ്. മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഷാൽ സബ്മിറ്റ് ദ ബഡ്ജറ്റ് പ്രപ്പോസൽ ഇൻ ദ ഫോം ഓഫ് പ്രൊവിഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരുടെ ബഡ്ജറ്റ് റിക്വയർമെൻറ്റ്സ് അല്ല പ്രപ്പോസൽസ് ഈ പറയുന്ന പ്രൊവിഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൻ്റെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ അത് സബ്മിറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലിക ബഡ്ജറ്റ് ബഡ്ജറ്റ് പ്രസ്താവന അല്ലെങ്കിൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൻ്റെ താൽക്കാലിക ഒരു പ്രസ്താവന, അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഫോമുണ്ട്. ദർ ഇസ് എ സെപ്പറേറ്റ് ഫോം ടു ഫിൽ ദ പ്രൊവിഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്, SBE എന്ന് നമ്മൾ പറയും. SBE നിങ്ങൾ ഈ നോക്കുമ്പോൾ പല സ്ഥലത്തും അതിൻ്റെ ആ ഷോർട്ട് ഫോം നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾക്ക് പിന്നീട് അത് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാനത് ഇത് സ്ട്രെസ് ചെയ്ത് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്, SBE. അപ്പം ഞാൻ പറഞ്ഞതാണ് ഈ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷന് മുമ്പായിട്ട് എല്ലാ കൺസേൺഡ് മിനിസ്റ്റേഴ്സ് അവരുടെ ബഡ്ജറ്റ് പ്രപ്പോസൽ കൊടുക്കണം. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് അത് കൃത്യമായിട്ട് കൺസേൺ ഫോമിൽ സബ്മിറ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ എ ഫോമാറ്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ബഡ്ജറ്റ് ഡിവിഷൻ. അവർ നിർദ്ദേശിക്കുന്ന ഫോമാറ്റിലായിരിക്കണം ഈ ഒരു ഈ ബഡ്ജറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി ഈ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഇൻഫർമേഷനാണ്, എന്തൊക്കെ കാര്യങ്ങൾ ഇൻസ്ട്രക്ഷനാണ് അവർ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്തത് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറയുന്നത്. ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത്, വൈൽ പ്രിപ്പയറിംഗ് ദ ബഡ്ജറ്റ് statement of budget estimate, SBE, certain guidelines or instructions are to be followed. ഒന്നാമത്തെ ഒരു ഇൻസ്ട്രക്ഷൻ പറയുന്നത് ഇതാണ്, all in SBE schemes, statement of budget estimate schemes will be depicted up to maximum of 3 level. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ പറയുന്ന സ്കീമുകളെ 3 ലെവലിലാണ് അത് കാണിക്കേണ്ടത്. ഒന്നാമത്തെ ഒരു ലെവൽ എന്ന് പറയുമ്പം അംബർല സ്കീം, മെയിൻ സ്കീം, ദെൻ സ്കീംസ്, ദെൻ സബ് സ്കീംസ്, ആ രീതിയിലാണ് നമ്മൾ കാണിക്കേണ്ടത്. അംബ്രല്ല സ്കീം എന്ന് പറയുമ്പോൾ കുറേ സ്കീമുകൾ കവർ ചെയ്യുന്ന എന്ന് വെച്ചാൽ മേജർ സ്കീം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ സ്കീമുകൾ, സബ് സ്കീംസ്, ഓരോ സ്കീമിൻ്റെയും സബ് സ്കീമുകൾ, ഈ രീതിയിൽ വേണം ഈ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ ഓരോ സ്കീമുകളും കൃത്യമായിട്ട് കാണിക്കാൻ.
രണ്ടാമത്തെ ഒരു ഇൻസ്ട്രക്ഷൻ ഫോർ പ്രിപ്പയറിംഗ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ all scheme would be categorized either centrally sponsored scheme and central sector schemes, including the provision for northeastern or Sikkim state. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട് രണ്ട് സ്കീമുകളെ കുറിച്ച്. സെൻട്രലി സ്പോൺസേഡ് സ്കീമുണ്ട്, സെൻട്രൽ സ്കീംസും ഉണ്ട്. എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം? സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്ന് പറയുമ്പം this is partially funded by the central government and partially it is funded by the state government. Then center sector scheme means it's fully funded by സെൻട്രൽ ഗവൺമെൻറ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മൾ ഈ ഒരു ഇതിൽ പറയുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അവരുടെ ബഡ്ജറ്റ് പ്രപ്പോസൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്, പ്രൊവിഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഈ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ബഡ്ജറ്റ് ഡിവിഷന് സബ്മിറ്റ് ചെയ്യണം. While preparing the budget statement of budget estimate, certain instructions are to be followed. അതിലൊന്നാമത്തെയാണ് ഈ പറയുന്ന സ്കീമുകളെ 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുക. രണ്ടാമത്തെ ഓൾ സ്കീം ഈ സ്കീമുകളെ മറ്റൊരു കാറ്റഗറൈസേഷൻ കൊണ്ടുവരണം. എങ്ങനെയാണ്? സെൻട്രലി സ്പോൺസേഡ് സ്കീമെന്നും സെൻട്രൽ സെക്ടർ സ്കീമെന്നും വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരണം. ഇനി മറ്റൊരു ഗൈഡ് ലൈൻ അവർ പറഞ്ഞു, ഇഫ് എ സ്കീം ഹാസ് EAP component. EAP means external aided project. EAP means external aided projects. If a scheme has EAP components or funded from fund in the public account collected through various cess, then it has to be separately depicted in the sub-scheme level. അതാണ് മറ്റൊരു കാര്യം ഇവർ പറയുന്നത്. ഈ നമ്മുടെ എല്ലാ സ്കീമുകളും സെൻട്രലി സ്പോൺസേഡ് പല ഒരുപാട് സ്കീമുകളുണ്ട്. സ്കീംസ് വിച്ച് ആർ റൺ ബൈ ദി എക്സ്റ്റേണൽ എയ്ഡ്. ഫോർ എക്സാമ്പിൾ ദ വേൾഡ് ബാങ്ക് സ്കീം. വേൾഡ് ബാങ്കിൻ്റെയൊക്കെ ഒരുപാട് സ്കീമുകളുണ്ട്. പോവർട്ടി ഇറാഡിക്കേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, ഇതിനൊക്കെ വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ സ്റ്റാർട്ടപ്പ്, അത് അങ്ങനെയുള്ള ഒരുപാട് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ്. IMFൻ്റെയൊക്കെ ഒരുപാട് ഇതേപോലെ മോണിറ്ററി ബാലൻസിങ്, BOP ഡെഫിസിറ്റ്, അങ്ങനെയുള്ള പല ഇതിനും വേണ്ടി ഇവരുടെയൊക്കെ സ്കീമുണ്ട്. അതേപോലെ ADB സ്കീം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ADBയുടെ കേരള സ്റ്റേറ്റിന് കുറേ ഫണ്ടിങ് ഉണ്ട്. വേൾഡ് ബാങ്കിൻ്റെ ജലനിധി പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്റ്റേണൽ എയ്ഡ് സ്കീമുകളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഈ പറയുന്ന എനി സ്കീം റൺ ബൈ ഇപ്പോൾ സോ കോൾഡ് fund collected from cess or other sources, it has to be clearly mentioned. അതാണ് മറ്റൊരു മെയിനായിട്ട് പറയുന്നത്. അത് 3 കാറ്റഗറിയിൽ പെടുത്തിയാണ്, സബ് സ്കീമുകളാക്കി പെടുത്തിയാണ് അത് കാറ്റഗറൈസ് ചെയ്യേണ്ടത്. ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ 3 രീതിയിലാണത് കാറ്റഗറൈസ് ചെയ്യേണ്ടത്. അത് ഗ്രോസ് ബഡ്ജറ്ററി സപ്പോർട്ട് സ്കീം, അതേപോലെ എക്സ്റ്റേണൽ എയ്ഡഡ് പ്രോജക്ട്സ് സ്കീം, അതേപോലെ സ്കീം വിച്ച് ആർ റൺ ഫ്രം ദ ഫണ്ട് ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ അങ്ങനെയുള്ള ആ രീതിയിലൊക്കെ ഒരു കാറ്റഗറൈസേഷൻ കൃത്യമായിട്ട് ഈ പറയുന്ന ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ കാണിച്ചിരിക്കണം. അപ്പോൾ സ്കീമുകളെ കുറിച്ച് നമ്മൾ 3 ഇതായിട്ട് തിരിച്ചു. അതിൽ സെൻട്രൽ സ്കീം, സെൻട്രൽ സെക്ടർ സ്കീം, സെൻട്രൽ സ്പോൺസേഡ് സ്കീമുണ്ട്, എക്സ്റ്റേണൽ എയ്ഡഡ് സ്കീംസ് ഉണ്ട്, സെസ് ഫണ്ടഡ് സ്കീമുണ്ട്, മറ്റ് ഫണ്ടിങ്ങുള്ള സ്കീമുകൾ. ഇതെല്ലാം കൃത്യമായിട്ട് കാണിച്ചിരിക്കണം ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ. അതാണ് അവരതിൻ്റെ അകത്ത് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഒരു ഇൻസ്ട്രക്ഷൻ അവർ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഇതാണ്, എൻട്രീസ് റിലേറ്റഡ് ടു transfer to fund and the amount made from fund will be shown as 2 separate entries in the budget estimates. അപ്പം ഈ പറയുന്ന ഓരോ സ്കീം വൈസ് കൊടുക്കുന്ന ഫണ്ട്, എൻട്രീസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫർ ടു ഫണ്ട്സ് ആൻഡ് ദ എമൗണ്ട് മെഡ് ഫ്രം ഫണ്ട്, എത്ര കിട്ടി, എത്ര അവർക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്തു, എത്ര കിട്ടി എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കിട്ടും എത്ര, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ ഈ പറയുന്ന ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ അത് കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നു. എൻട്രീസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫർ ടു ഫണ്ട് ആൻഡ് എമൗണ്ട് മെഡ് ഫ്രം ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന
ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതർ സോഴ്സ് ഓഫ് ഫണ്ട്, അതർ സോഴ്സ് അതർ ദാൻ ദി എക്സ്റ്റേണൽ എയ്ഡ് പ്രോജക്ട്സ്, അതർ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഫണ്ട്. അത് എത്രയാണ് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന, അല്ലെങ്കിൽ എത്രയാണ് അവർ മെറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർ നമ്മുടെ ഈ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. ഇനി മറ്റൊരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് സ്കീം അലോക്കേഷൻ വുഡ് കണ്ടിന്യൂ ടു ബി പ്രിപ്പയർഡ് മേജർ ഹെഡ് വൈസ്. എന്ന് വെച്ചാൽ അതൊന്ന് കുറച്ചൊരു ടെക്നിക്കലായിട്ടുള്ള കൺസെപ്റ്റ്. എന്ന് വെച്ചാൽ അവരുടെ ഓരോന്നിൻ്റെയും ഓരോ ഹെഡുണ്ട്. നമ്മളിപ്പം പല അതിൻ്റെ പ്രിയോറിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആ സ്കീം വൈസ് ഓരോ ഹെഡുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പല ഇതിലായിരിക്കും ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്ന പല സ്കീമുകളും പല നേച്ചറിലുള്ള സ്കീമുകളായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ഹെഡിലും കൃത്യമായിട്ടത് മാർക്കിങ് നടത്തിയിരിക്കണം. ഇനി മറ്റൊരു കാര്യം അവർ മെയിനായിട്ടും പറയുന്നത്, ഇൻ ദ കേസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് the central government expenditure has been classified into should be classified in 3 broad categories. അപ്പം ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്ന എക്സ്പെൻഡിച്ചർ 6 ബ്രോഡ് കാറ്റഗറിയിൽ അത് ഉൾപ്പെടുത്തിയിരിക്കണം. അതാണ് മറ്റൊരു ഗൈഡ് ലൈൻ പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി ഷോൺ ഇൻ 6 ബ്രോഡ് കാറ്റഗറീസ്. അത് ഒന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ സെൻറ്റേഴ്സ് എക്സ്പെൻഡിച്ചർ, അതിൽ 3 കാറ്റഗറിയാണ് വരുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ സെൻട്രൽ സെക്ടർ സ്കീം, other central expenditure including those on central public sector enterprises and autonomous bodies. എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുന്ന ഫണ്ടുകൾ, സെൻട്രൽ സെക്ടർ സ്കീമിന് കൊടുക്കുന്ന ഫണ്ടുകൾ, സെൻട്രൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് കൊടുക്കുന്ന, എന്ന് വെച്ചാൽ ഈ പറയുന്ന മറ്റ് ആക്ടിവിറ്റീസ്, ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ, റോഡ്സ്, അങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിന് കൊടുക്കുന്ന സ്കീം ഫണ്ടുകൾ, ഇതൊക്കെ ഈ ഇതാണ് ഫസ്റ്റ് 3 കാറ്റഗറി വരുന്നത്. രണ്ടാമത്തെ ഒരു കാറ്റഗറി, അതിൻ്റെ മേജർ ഹെഡ് എന്ന് പറയുമ്പോൾ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ്. അതിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്, ഫിനാൻസ് കമ്മീഷൻ ട്രാൻസ്ഫേഴ്സ് ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ് ടു സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്ന മറ്റൊരു ഇൻസ്ട്രക്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ കാണിക്കുമ്പോൾ അത് ഈ പറയുന്ന 6 തരത്തിലുള്ള എക്സ്പെൻഡിച്ചറായിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഇതാണ് നമ്മൾ ആ കാറ്റഗറി ഏതൊക്കെയാണെന്നാണ് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ എക്സ്പെൻഡിച്ചറും ഷുഡ് ബി കാറ്റഗറൈസ്ഡ് ഇൻറ്റു എനി വൺ ഓഫ് ദിസ് should belong to any all the expenditure of the central government should belong to any one of these 6 categories. അപ്പോൾ അതാണ് മറ്റൊരു മെയിനായിട്ടുള്ള കാര്യം ഇതിൽ പറയുന്നത്. ഇനി മറ്റൊരു ഇൻസ്ട്രക്ഷൻ ഇവർ മെയിനായിട്ടും പറയുന്നത്, while preparing the provisional estimate, the provisional budget estimate or provisional statement of budget estimates, certain care must be taken to provide budget for all committed and continuing expenditures before including provision for new schemes, items or items of expenditures. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ പറയുന്ന ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പം പ്രിയർ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡ്യൂ ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ ടു ഓൾ ദ കമ്മിറ്റഡ് ആൻഡ് കണ്ടിന്യൂയിങ് എക്സ്പെൻഡിച്ചർ. എന്ന് വെച്ചാൽ ചില ബഡ്ജറ്റിൽ ചില പ്രോജക്റ്റുകളൊക്കെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. ഈ ഒരു വർഷത്തേൻ്റെ കണ്ടിന്യൂസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ റെയിൽവേ ലൈൻ വൈഡനിങ്, അതെന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് തീരുന്നതല്ല. ദർ ഷുഡ് ബി എ കണ്ടിന്യൂറ്റി ഫോർ ദാറ്റ് പ്രോജക്ട്സ്. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കണം. അതേപോലെ കമ്മിറ്റഡ് പ്രോജക്റ്റ് ഉണ്ട്. നെക്സ്റ്റ് ഇയർ, ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ കേരളത്തിലേക്ക് എയിംസ് കൊണ്ടുതരും, ഒരു തരത്തിലുള്ള കമ്മിറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്
കൂടുതൽ പ്രാധാന്യം കൊടുക്കണം ദാൻ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദ ന്യൂ സ്കീംസ് ഓർ എക്സ്പെൻഡിച്ചേഴ്സ്. പുതിയതായിട്ട് വരുന്നതിനും അല്ലെങ്കിൽ അതേപോലെയുള്ള ഇതൊക്കെ പുതിയ ഇത് വരുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേപോലെ ഒരു കാര്യം കൂടി ഇവർ പറയുന്നത്, ഫർദർ ദ ഫോളോയിങ് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് മസ്റ്റ് ഓൾസോ ബി കൺസിഡർ വൈൽ പ്രിപ്പയറിങ് എസ്റ്റിമേറ്റ്സ്. മറ്റ് കുറേ കാര്യങ്ങൾ കൂടി അവർ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അതും കൂടെ ഒന്ന് നോക്കാം. ഒന്നാമത്തെ, ഈ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ മറ്റു കുറേ ഫാക്ടേഴ്സ് അവർ മെയിനായിട്ടും മനസ്സിൽ അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് ഏതൊക്കെയാണെന്നത്. ഒന്നാമത്തെ, ലേറ്റസ്റ്റ് ആക്ച്വൽസ് ഓഫ് കറൻറ്റ് ഇയർ along with actuals for the period of preceding year, actual for the same period in the preceding year. എന്ന് വെച്ചാൽ ഈ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പം ഈ കറണ്ട് ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ മാർച്ച് എൻഡിലാണ് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഫെബ്രുവരി 1 പ്രസൻറ്റ് ചെയ്യും, അത് പ്രിപ്പയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യും, സെപ്റ്റംബറിൽ അതിൻ്റെ പ്രോസസ്സ് മെയിനായിട്ട് ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് ആ ഒരു സമയത്ത് ഇങ്ങനെ ബഡ്ജറ്റ് പ്രപ്പോസൽ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ അത് റെഡിയാക്കുക എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഒരു സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യത്തോടു കൂടി അത് റെഡിയാവും. പിന്നീട് പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ലേറ്റസ്റ്റ് ആക്ച്വൽസ് ഓഫ് കറൻറ്റ് ഇയർ ആസ് വെൽ ആസ് ദി ആക്ച്വൽസ് ഓഫ് the actual for the same period in preceding year, ഇതിന് മുമ്പത്തെ വർഷം ഇതേ കാലയളവിൽ എത്രയായിരുന്നു എക്സ്പെൻഡിച്ചറും അതേപോലെ ഇപ്പോഴത്തെ എത്രയാണ് എക്സ്പെൻഡിച്ചർ എന്നത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ. എന്ന് വെച്ചാൽ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ ഇതിനു വേണ്ടി ഓരോന്നിനും കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ സ്കീമിനും കൊണ്ടുവരുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് കൂടി കൃത്യമായിട്ട് അവർ ഈ പറയുന്ന ബഡ്ജറ്റ് എസ്റ്റിമേഷനിൽ കാണിച്ചിരിക്കണം. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, all pending arrears should be incorporated in statement of budget estimates, and in case of if it is left out in the budget estimates, the reason for the same shall be separately submitted. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ പറയുന്ന പെൻഡിങ് തിരിച്ചടയ്ക്കാനോ അങ്ങനെയുള്ള എന്തെങ്കിലും അരിയറായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഈ പറയുന്ന ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ അവർ കാണിച്ചിരിക്കുക. എന്തെങ്കിലും അതിൽ വീഴ്ച വരുത്തിയാൽ കൃത്യമായിട്ട് അതൊരു ലെറ്ററായിട്ട് തന്നെ അത് കൊടുത്ത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി അതോടൊപ്പം തന്നെ അരിയർ കിട്ടാനുള്ളതും അതേപോലെ കൊടുക്കാനുള്ളതാണ്. ഇനി എക്സസ് എക്സ്പെൻഡിച്ചറും വരുന്നുണ്ട്. ആദ്യം അരിയർ തിരിച്ചങ്ങോട്ട് കൊടുക്കാനുള്ള, പിന്നെ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇഫ് എനി എക്സസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടിൽ ഡേറ്റ് മേ ബി സ്പെസിഫിക്കലി ഹൈലൈറ്റഡ്. എന്ന് വെച്ചാൽ ചില പ്രോജക്റ്റുകളൊക്കെ അനുവദിക്കും. ബഡ്ജറ്റിൽ ചിലപ്പോൾ 100 കോടി ആയിരിക്കും അനുവദിക്കുക, ചിലപ്പോൾ അവർ സ്പെൻഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും 150 കോടി അല്ലെങ്കിൽ 120 കോടിയൊക്കെ ആവും. അപ്പം ആ എക്സസ് എക്സ്പെൻഡിച്ചർ ഷുഡ് ഓൾസോ ബി ഇൻഫോംഡ് ടു ദ ബഡ്ജറ്റ് ഡിവിഷൻ ബിഫോർ ഫ്രം പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻസ്. അതാണ് മറ്റൊരു പോയിൻ്റ് ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പോയിൻ്റ്, proper care should also be taken for including the advances from contingency fund. അപ്പോൾ അത് എത്ര അഡ്വാൻസ് കണ്ടിജൻസി ഫണ്ടിന് ഓരോന്നിനും, കണ്ടിജൻസി ഫണ്ട് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എത്രയാണ് അഡ്വാൻസ് ഓരോ സെക്ഷനിലും വരുന്നത്, അതും കൃത്യമായിട്ട് നമ്മൾ ഓരോ സ്കീമിനോ അല്ലെങ്കിൽ ഓരോ പ്രോജക്റ്റുകൾക്കോ അതിനൊക്കെ വന്നിരിക്കും കൃത്യമായിട്ടും പറയുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ അഡീഷണലായിട്ട് ബഡ്ജറ്റ് എസ്റ്റിമേറ്റിന് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റിന് വേണ്ടി അഡീഷണലായിട്ടുള്ള കുറേ ഇൻസ്ട്രക്ഷൻസാണ് അവർ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്, സെർട്ടൻ ഇൻഫർമേഷൻ ഷുഡ് ഓൾസോ ബി ഫർണിഷ്ഡ് എലോങ് വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആൻഡ് ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ ബഡ്ജറ്റ് ഡിവിഷൻ. അത് കൂടാതെ മറ്റു കുറേ ഇൻഫർമേഷനും അവർ കൊടുക്കേണ്ടതുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുമ്പം
ഐറ്റംസ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ് മെയിനായിട്ട് ഐറ്റം ബൈ ഐറ്റം ആയിട്ട് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുക. അതേപോലെ പ്രൊവിഷൻ ഇൻക്ലൂഡഡ് ഇൻ റെസ്പെക്ട് ഓഫ് വേക്കൻറ്റ് പോസ്റ്റ് എന്ന് വെച്ചാൽ ഓരോ സെക്ഷനിലും അത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേക്കൻ്റ് ആയിട്ടുള്ള ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുക. അതേപോലെ അൺസ്പെൻഡ് ബാലൻസസ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അതേപോലെ അൺസ്പെൻഡ് ബാലൻസ് ആൻഡ് പെൻഡിങ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്സ് സ്റ്റേറ്റ് വൈസ് ആൻഡ് സ്കീം വൈസ് ഷുഡ് ഓൾസോ ബി സബ്മിറ്റഡ് ടു ദ ബഡ്ജറ്റ് ഡിവിഷൻ. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഗവൺമെൻറ് പ്രോജക്റ്റ് ഏത് സ്കീം എടുത്താലും ദർ ഷുഡ് ബി എ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്. ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എത്ര എമൗണ്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്, എത്ര എമൗണ്ടാണ് സ്പെൻഡ് ചെയ്യാതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര എക്സസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് അത് പറഞ്ഞ ബഡ്ജറ്റ് ഡിവിഷനിൽ ഫർണിഷ് ചെയ്യണം, ഈ പറഞ്ഞ അലോങ് വിത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഫർണിഷ് ചെയ്യേണ്ട ഡീറ്റെയിൽസാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പം എക്സ്പ്ലനേഷൻ ഫോർ വേരിയേഷൻസ് ബിറ്റ്വീൻ ബഡ്ജറ്റ് ആൻഡ് റിവൈസ്ഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. പലപ്പോഴും നിങ്ങൾക്കറിയാം പലപ്പോഴും നമ്മൾ ഒരു വർഷം പ്രൊപ്പോസ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ ആയിരിക്കില്ല പലപ്പോഴും അത് പ്രോജക്റ്റ് അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പം ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വിൽ ബി മോർ ദാൻ ദ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ. അപ്പം കൃത്യമായിട്ടുള്ള വേരിയേഷൻ അതിൽ കാണിക്കും. വേരിയേഷൻ ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഷുഡ് ഓൾസോ ബി മെൻഷൻഡ്. Then another condition, measures to increase user charge levied by ministries or department should also be included. എന്ന് വെച്ചാൽ പല ഈ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഈ ഓരോ യൂസർ ഇങ്ങനെയുള്ള അഡീഷണൽ ചാർജസ് കളക്ട് ചെയ്യുന്ന അതിനുവേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ടുകൾ, അതിനുവേണ്ടി എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതേപോലെ efforts are taken by its department to collect the arrears on tax revenue arrears, etc., tax or non-tax revenue arrears, or dividend from public sector enterprise undertakings, arrears on dividend from public sector undertakings should also be clearly mentioned in a separate circular അല്ലെങ്കിൽ ലെറ്റർ. അതും ഇതിൻ്റെ ഒപ്പം അവർ ഫർണിഷ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് കൂടി ഇൻ അഡീഷനായിട്ട് അവർ ഈ പറയുന്ന ബഡ്ജറ്റ് എസ്റ്റിമേറ്റിനോടൊപ്പം അവർ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പം അത് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതിൽ 3 ഹെഡിലാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഫസ്റ്റ് അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഈ എങ്ങനെയാണ് ആദ്യം തന്നെ ഒരു സ്കീം വൈസ് അലോക്കേറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് സ്റ്റേറ്റ്സ് സെൻട്രലി സ്പോൺസേഡ് സെക്ടർ സ്കീം, അതേപോലെ എക്സൽ സ്കീംസ്, ഫണ്ടഡ് സ്കീംസ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഫണ്ടിങ് സോഴ്സുകളൊക്കെയാണ് കൃത്യമായിട്ട് അവർ പറയുന്നത്. ആ ഫണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ടാണ് അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് വരുന്നത്. പിന്നീട് അവർ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ 3 കാറ്റഗറിയിൽപ്പെടുത്തണം. ഏതെങ്കിലും 6 കാറ്റഗറിയിൽപ്പെടുത്തണം. ഈ 6 കാറ്റഗറിയിൽ ഏതിലെങ്കിലും ഒരു ആയിരിക്കും ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നീട് അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നത് നിലവിലുള്ള സ്കീമുകൾക്ക് അതേപോലെ കമ്മിറ്റഡ് സ്കീമുകൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതേപോലെ പുതിയ സ്കീമുകളൊക്കെയും കൂടുതൽ പ്രാധാന്യം ഇങ്ങനെയുള്ളതിന് കൊടുക്കുക. ഇതോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഈ ആക്ച്വൽ എക്സ്പെൻഡിച്ചറിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് ആക്ച്വൽ എക്സ്പെൻഡിച്ചറും അതേപോലെ കഴിഞ്ഞ പ്രൊസീഡിങ് ഇയറിൽ ഇതേ സമയത്ത് എത്ര എക്സ്പെൻഡിച്ചർ ഉണ്ടായിരുന്നു, അതെല്ലാം ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എന്താണ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസാണ് ഇതോടൊപ്പം ഫർണിഷ് ചെയ്യേണ്ടതുണ്ട്. ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൻ്റെ കൂടെ അവർ കൊടുക്കേണ്ടതുണ്ട്. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുമ്പം പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻസ് ആൻഡ് ഫൈനലൈസേഷൻ ഓഫ് പ്രൊവിഷണൽ എസ്റ്റിമേറ്റ്. നമ്മൾ ജനറലി ഗൈഡ് ലൈൻസ് കണ്ട് അതേപോലെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിനെ കുറിച്ച് പറഞ്ഞു. ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ബഡ്ജറ്റ് ഡിവിഷന് കൊടുക്കണം. അത് കൊടുത്ത് കുറച്ച് കണ്ടീഷൻസ്, കുറേ കാര്യങ്ങൾ കൂടി അഡീഷണൽ ഇൻഫർമേഷൻ ഇവർ കൊടുക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു. Once this provisional statement of budget is completed, then a pre-budget meeting will be called.
അപ്പം ഇതെല്ലാം ബഡ്ജറ്റ് ഡിവിഷൻ അവർ ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ അതിന് ശേഷം എന്താണ്, ഒരു പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനാണ് നടക്കുക. മെയിനായിട്ടും ഡിസ്കഷൻ വിൽ ബി ഓൺ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഓർ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഫോർ കമ്മിങ് ഇയർ, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഓഫ് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ. അത് മെയിനായിട്ടും നടത്തും. ആൻഡ് ഡീറ്റെയിൽഡ് ഡിസ്കഷൻസ് ആർ ഹെൽഡ് ഓൺ various items or various expenditures. Discussions will be on unspent balance. Discussions will be on various schemes, projects, status of appraisal, etc. അതിലൊക്കെ ഒരു കാര്യമായിട്ടുള്ളൊരു ഡിസ്കഷൻ ഈ പറയുന്ന ബഡ്ജറ്റ് ഡിവിഷൻ്റെ കീഴിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിവിഷൻ, ഈ ഡിസ്കഷൻസ് എല്ലാം ഹെഡ് ചെയ്യുന്നത് ദ സെക്രട്ടറി ടു ദ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ ഫിനാൻസ് പറയുന്ന ക്യാബിനറ്റ് സെക്രട്ടറി ലെവൽ, സെക്രട്ടറി ടു ദ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ആൻഡ് അതോടൊപ്പം തന്നെ ഈ മീറ്റിങ്ങിൽ ഈ പറയുന്ന സെക്രട്ടറീസ് ബിലോങ് ടു ഓൾമോസ്റ്റ് ഓൾ ദ ministries or department are also part of this discussions. Then അതേപോലെ തന്നെ ഈ പറയുന്ന എല്ലാ എക്സ്പെൻഡിച്ചർ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ വരുന്നുണ്ട്. ദ റിക്വയർഡ് ഫണ്ട് ഫോർ ഈച്ച് സ്കീംസ് വിൽ ബി ഡിസ്കസ്ഡ്. ഓർ അതേപോലെ fund to be allocated for each sector, each schemes, each programs, each projects, everything will be discussed in the pre-budget discussion. ആൻഡ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ഇതിൽ നടന്നു. അതിനുശേഷം all members from all the ministries, especially the secretaries of concerned ministries or departments, are part of this discussion. And once the estimates initially submitted by the department may undergo some changes after discussions or after the scrutiny of budget division or after the discussion done, and it will be informed to concerned officials or concerned secretaries of concerned department. അപ്പോൾ അങ്ങനെ ഈ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ബഡ്ജറ്റ് ഡിവിഷൻ, നമ്മൾ ബഡ്ജറ്റ് ഡിവിഷൻ്റെ കുറേ ഫങ്ഷൻസ് പറഞ്ഞത്, അവരുടെ മെയിനായിട്ടുള്ളൊരു ഫങ്ഷനാണ് ഈ ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകൾ സ്ക്രൂട്ടനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സ്ക്രൂട്ടണിയുടെ ഭാഗമായിട്ട് കുറേ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ ഒഴിവാക്കും, കുറേ ഇത് പറയുന്ന ഈ കൂടിച്ച അഡീഷൻസൊക്കെ വരാം, ബേസ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദി മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. അപ്പം അതിന് ശേഷം finally, after all such efforts, all such discussions, all such scrutinies, all such changes are being made, the expenditure estimates are provisionally finalized after secretary expenditure, and it is communicated to the ministry of finance or finance secretaries and also the financial advisors. അപ്പം ആ ഒരു പ്രൊവിഷണൽ അത് ഫൈനലൈസ്, ഇങ്ങനെ ചർച്ചയുടെ എല്ലാം ഭാഗമായിട്ട് ഈ പറയുന്ന ഒരു പ്രൊവിഷണൽ ബഡ്ജറ്റ്, അവസാന പ്രൊവിഷണൽ ടെമ്പററി ഒരു ബഡ്ജറ്റ് അവർ ഫൈനലൈസ് ചെയ്യും. അതിൻ്റെ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഓരോ ഈ പ്രൊവിഷണൽ ബഡ്ജറ്റ് ഓരോന്നിനും കൃത്യമായിട്ട് എത്രയായിരിക്കും സീലിംഗ്, എത്രയായിരിക്കും ഓരോന്നിനും പ്രിയോറിറ്റി കൊടുക്കുന്നത്, ഏത് സ്കീമിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ആൻഡ് എവറിത്തിങ് വിൽ ബി ഡിസൈഡ് ആൻഡ് ഇറ്റ് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു കൺസേൺ മിനിസ്ട്രീസ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് സെൻഡ് ഫോർ ഫൈനൽ അപ്രൂവൽ ഓഫ് ദി ഫിനാൻസ് മിനിസ്റ്റർ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഫൈനൽ അപ്രൂവലിന് വേണ്ടി ഇത് എല്ലാം ഡോക്യുമെൻ്റ് സെൻഡ് ചെയ്യുകയാണ്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് വരുന്നത്, ബഡ്ജറ്റ് എസ്റ്റിമേഷൻ ഓഫ് എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊരു കാര്യം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എസ്റ്റിമേറ്റ്സ് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് ബഡ്ജറ്റ് ഡിവിഷൻ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിൽ പറയുന്ന എല്ലാ സെക്രട്ടറീസും കാണും, ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറീസും, അതേപോലെ ഒഫീഷ്യൽസ് ഉണ്ടാകും, മറ്റ് ഒഫീഷ്യൽസ്, അതർ ഒഫീഷ്യൽസ് ബിലോങ്ങിങ് ടു കൺസേൺ മിനിസ്ട്രീസ്,
Then they will discuss about the various schemes, expenditure, balance, ആൻഡ് ഓൾസോ നമ്മൾ ഈ പറയുന്ന ബഡ്ജറ്റ് എസ്റ്റിമേറ്റിനോടൊപ്പം ഫർണിഷ് ചെയ്ത ഒരുപാട് ഡോക്യുമെൻറ്റുകളുണ്ട്. എത്രയാണ് അൺസ്പെൻഡ് എമൗണ്ട്, എത്രയാണ് അവരുടെ കേപ്പബിലിറ്റി, അവരുടെ കപ്പാസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. എവറിത്തിങ് വിൽ ബി ഡിസ്കസ്ഡ്. ആൻഡ് ഫൈനലി provisional budget will be finalized. After all discussions and after all scrutinies, the provisional budget will be finalized, and finally it is sent to the Ministry of Finance for its final approval. And this is a process of ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ്. അപ്പം അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് ഒരു ബഡ്ജറ്റിൽ. അപ്പം നിങ്ങളവർക്ക് എങ്ങനെയാണ് ഓരോ ഫിനാൻസ് മിനിസ്റ്റർ ഓരോ പ്രോജക്റ്റുകൾക്ക് ഇങ്ങനെ ഓരോ ഫണ്ട് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ടാണ്. ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അവരുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം അവർ കളക്ട് ചെയ്യും. അതിനുശേഷം ഈ പറയുന്ന ഓരോ പ്രോജക്റ്റ് ഏതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൺസേൺഡ് മിനിസ്റ്റർ തന്നെ കൃത്യമായിട്ട് അവർ എംഫസൈസ് ചെയ്തിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പ്രീ ബഡ്ജറ്റ് മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് എത്രയാണ് അലോക്കേഷൻ നടത്തുന്നത്, എത്ര കൊടുക്കണം, അതെല്ലാം ഫൈനലൈസ് ചെയ്യുന്ന അതിലാണ്. അപ്പോൾ അതിന് ശേഷമാണ് പിന്നീട് ഇറ്റ് ഈസ് സെൻഡ് ടു the minister, finance minister he is having power to make changes in the so allocations. അപ്പം അതിലൊക്കെ ആൾക്ക് മാറ്റം വരുത്താനുള്ള റൈറ്റും പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഫൈനൽ അപ്രൂവൽ ഇസ് ഗിവൺ ബൈ ദ ഫിനാൻസ് മിനിസ്റ്റർ ആൻഡ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ്. അപ്പോൾ ഫൈനൽ അപ്രൂവൽ എന്ന് പറയുന്നത് പ്രസിഡൻ്റാണ് കൊടുക്കുന്നത്. ഫിനാൻസ് മിനിസ്റ്റർ അയാൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നോർമലി ഇറ്റ് ഈസ് സബ്മിറ്റഡ് ടു പ്രസിഡൻറ്റ് ഫോർ ആൻഡ് ഇറ്റ് ഈസ് എ പ്രസിഡൻറ്റ് ഹു മേക്സ് ഫൈനൽ അപ്രൂവൽ. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു നാച്ചുറലായിട്ട് പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടാണ്. ഇനി ഈ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ സിക്കിം ആൻഡ് അതർ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് there is a separate provision given for the allocation to be made to these states. അപ്പോൾ ഇതിൽ പറയുന്നൊരു കണ്ടീഷനുണ്ട്. ഓഫ് ദ ടോട്ടൽ സ്പെൻഡിങ് ഓൺ വേരിയസ് സ്കീംസ് ആൻഡ് that central sector scheme or a centrally sponsored scheme, whatever may be, 10% allocation of each department should be made for northeastern states and Sikkim. അപ്പോൾ എല്ലാ അലോക്കേഷനും 10% ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനും സിക്കിമിനും ആയിരിക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് ഒരു ഗൈഡ് ലൈൻ ഇവർ പറയുന്ന ബഡ്ജറ്റ് അലോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചു. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് അലോക്കേഷൻ, ബഡ്ജറ്റ് എസ്റ്റിമേഷൻ ഓഫ് എക്സ്പെൻഡിച്ചറാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ജനറൽ ഗൈഡ് ലൈൻസ് പറഞ്ഞു, അതിൻ്റെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, അതിനുള്ള കണ്ടീഷൻസും എന്തൊക്കെ ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ പറഞ്ഞു. പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് ഫൈനലൈസ് ചെയ്യുന്നതെന്നും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ, താങ്ക് യു.